ലെയിൻ ഫോളോയിങ് റോബോട്ട്. നമുക്കൊരു ഡിഫറൻഷ്യൽ ലെയിൻ ഫോളോയിങ് റോബോട്ടിനെ നിർമ്മിക്കാം. ഈ ഡിഫറൻഷ്യൽ ലെയിൻ ഫോളോയിങ് റോബോട്ട് മുമ്പിൽ എന്തെങ്കിലും വസ്തു ഉണ്ടെങ്കിൽ 45 ഡിഗ്രി ഇടത്തോട്ട് ചെരിഞ്ഞിട്ട് വീണ്ടും മുമ്പോട്ട് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഈ മുമ്പിലുള്ള വസ്തുവിനെ കണ്ടെത്താനായിട്ട് ഈ റോബോട്ടിൽ ഒരു അൾട്രാസോണിക് സെൻസർ ഉണ്ട്. ഈ അൾട്രാസോണിക് സെൻസർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് വെച്ചാൽ സോണിക് സൗണ്ട് വേവ്സ് പുറപ്പെടുവിക്കുകയും അവ വായുവിലൂടെ സഞ്ചരിച്ച് ഒരു മുമ്പിലുള്ള വസ്തുവിൽ തട്ടുകയും തിരിച്ച് സെൻസറിലേക്ക് എത്തുകയുമാണ് ചെയ്യുക. അപ്പോൾ ഈ വായുവിലൂടെ സഞ്ചരിച്ച് ഒരു വസ്തുവിൽ തട്ടി സൗണ്ട് വേവ്സ് തിരിച്ച് സെൻസറിൽ എത്തിയാൽ മുമ്പിലൊരു വസ്തു ഉണ്ട് എന്നാണ് അർത്ഥം. ഇവ തമ്മിലുള്ള സമയം, സെൻസർ പുറപ്പെടുവിക്കുന്ന സൗണ്ട് വായുവിലൂടെ സഞ്ചരിച്ച് വസ്തുവിൽ തട്ടി തിരിച്ച് സെൻസറിൽ എത്തുന്ന സമയം വെച്ച് നമുക്ക് സെൻസറും വസ്തുവും തമ്മിലുള്ള ദൂരം കാൽക്കുലേറ്റ് ചെയ്യാനും പറ്റും. വവ്വാലുകളുടെ ചെവി ഈ അൾട്രാസോണിക് സെൻസറുകൾ പോലെയാണ് പ്രവർത്തിക്കുക. അവ അൾട്രാസോണിക് സൗണ്ട് വേവ്സ് പുറത്തേക്ക് പുറപ്പെടുവിക്കുകയും അത് പ്രതിഫലിപ്പിച്ച ശേഷം അവ വിശകലനം ചെയ്ത് ലേക്കുള്ള ദൂരം, മുമ്പിലുള്ള ചലനങ്ങൾ, തൻ്റെ ഇരയെ പിടിക്കൽ എന്നിവയെല്ലാം ചെയ്യുന്നു. അൾട്രാസോണിക് സെൻസറുകൾ മുങ്ങിക്കപ്പലുകളിലും ഉണ്ട്. ഇവ വെച്ച് നമുക്ക് സോനാർ നാവിഗേഷൻ, മുമ്പിലുള്ള തടസ്സങ്ങൾ കണ്ടെത്തൽ, ആഴമളക്കൽ, അണ്ടർ വാട്ടർ കമ്മ്യൂണിക്കേഷൻ എല്ലാം നമുക്ക് ചെയ്യാം. ഇനി എങ്ങനെയാണ് ഈ റോബോട്ടിനെ നമുക്ക് പിക്ടോബ്ലോക്സിൽ സ്റ്റിമുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനായി നമ്മൾ ആദ്യം പിക്ടോബ്ലോക്സിൽ ആഡ് സ്പ്രൈറ്റ് എന്ന ഓപ്ഷനിൽ മുകളിൽ അപ്ലോഡ് സ്പ്രൈറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അവ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളുടെ റോബോട്ടിനെ അഥവാ സ്പ്രൈറ്റിനെ നമ്മൾ പിക്ടോബ്ലോക്സിലേക്ക് ആഡ് ചെയ്യുക. ശേഷം നമ്മൾ മുകളിൽ കോസ്റ്റ്യൂം ഓപ്ഷൻ ഉണ്ടാകും. അവ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്ക് നമ്മളുടെ സ്പ്രൈറ്റിനെ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഈ എഡിറ്റ് ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് സ്പ്രൈറ്റിൻ്റെ വലുപ്പം അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ സ്പ്രൈറ്റിൻ്റെ മുമ്പിൽ അഥവാ സെൻസറിൻ്റെ മുമ്പിൽ നമുക്കൊരു ബോക്സ് ആഡ് ചെയ്യാം. അതിനൊരു കളറും കൊടുക്കാം. ഞാനിവിടെ യെല്ലോ കളറാണ് കൊടുത്തത്. ശേഷം നമുക്കൊരു മെയ്സ് അഥവാ ഒരു ലൈൻ നിർമ്മിക്കണം. അതിനായി നമ്മൾ ബാക്ക് ഡ്രോപ്പ് ഓപ്ഷൻ്റെ മുകളിൽ പെയിൻറ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അവ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളൊരു റെക്റ്റാങ്കിൾ ടൂൾ ഉപയോഗിച്ച് ഒരു വലിയ റെക്റ്റാങ്കിളും നടുവിലൊരു ചെറിയ റെക്റ്റാങ്കിളും വരയ്ക്കുക. ഇപ്പോൾ നിങ്ങൾക്കൊരു ലൈൻ കിട്ടിയിട്ടുണ്ടാകും. ഇവയുടെ തിക്നെസ് അഡ്ജസ്റ്റ് ചെയ്യണം. ഞാനിവിടെ 14 തിക്നെസ് വെച്ചത്. ഇനി നമ്മൾ ബ്ലോക്ക് കോഡിംഗ് ഭാഗത്തേക്ക് പോവുക. ബ്ലോക്ക് കോഡിങ്ങിൽ ആദ്യം നമ്മൾ വെൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക്ഡ് എന്നുള്ള ബ്ലോക്ക് സെലക്ട് ചെയ്യുക. ശേഷം ഗോ ടു അഥവാ പൊസിഷൻ, റോബോട്ടിൻ്റെ പൊസിഷൻ സെറ്റ് ചെയ്യാനുള്ള ബ്ലോക്ക് സെലക്ട് ചെയ്യുക. ശേഷം സൈസ് സെറ്റ് ചെയ്യാനുള്ള ബ്ലോക്ക് സെലക്ട് ചെയ്യുക. ആൻഡ് പോയിന്റ് ഇൻ ഡയറക്ഷൻ സെലക്ട് ചെയ്യുക. ഇനി നമ്മൾ ഒരു ഫോർ-അവർ ലൂപ്പ് ബ്ലോക്ക് എടുക്കുക. അതിൻ്റെ ഉള്ളിൽ ഒരു ഇഫ് എൽസ് ബ്ലോക്ക് ആഡ് ചെയ്യുക. ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു കളർ ടച്ചിങ് ബ്ലോക്ക് ആഡ് ചെയ്യുക ഒരു കണ്ടീഷൻ ആയിട്ട്. അതിനുശേഷം നമ്മൾ 45 ഡിഗ്രി ടേൺ ലെഫ്റ്റ് എന്നുള്ളൊരു ബ്ലോക്ക് ഉണ്ടാവും, അത് ആഡ് ചെയ്യുക. അതിനുശേഷം മൂവ് 2 സ്റ്റെപ്സ് എന്നൊരു ബ്ലോക്കും ആഡ് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ റോബോട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സ്ക്രീൻ ഏകദേശം ഇങ്ങനെ ഉണ്ടാവും. ഇവിടെ സംഭവിക്കുന്ന എന്തെന്ന് വെച്ചാൽ നമ്മൾ ഗ്രീൻ ഫ്ലാഗ് സെലക്ട് ചെയ്തു. അതിനുശേഷം ഈ ഒരു പൊസിഷൻ റോബോട്ട് സ്റ്റാർട്ടിങ്ങിൽ ഏത് പൊസിഷനിലാണോ നിൽക്കേണ്ടത് ആ ഒരു പൊസിഷൻ നമ്മളിവിടെ ആഡ് ചെയ്തു. ശേഷം ഈ റോബോട്ടിൻ്റെ സൈസ് ഇതിപ്പോൾ 20% ആണുള്ളത്. നിങ്ങൾക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്താൽ ഇത് വലുതാവുന്നത് കാണാം. ഞാനിവിടെ പോയിന്റ് ഇൻ ഡയറക്ഷൻ -90 ആണ് സെലക്ട് ചെയ്തത്. ഇത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ റോബോട്ട് ഇങ്ങനെ റോബോട്ടിൻ്റെ പോയിന്റ് ഇൻ ഡയറക്ഷൻ മാറുന്നത് കാണാം. ഇനി നമ്മൾ ഫോർ-അവർ ലൂപ്പിൻ്റെ ഉള്ളിൽ നോക്കുകയാണ്. ഒരു ഇഫ് എൽസ് ബ്ലോക്ക് ഉണ്ട്. അവിടെ നമ്മളൊരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. വെൻ യെല്ലോ കളർ ഈസ് ടച്ചിങ് ബ്ലാക്ക്. അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു കണ്ടീഷൻ ആയോ എന്ന് എപ്പോഴും
ഈ ഒരു ഇഫ് എൽസ് ബ്ലോക്ക് നോക്കിക്കൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മളുടെ യെല്ലോ ബ്ലാക്ക് ഭാഗത്ത് തട്ടിയാൽ എന്ത് സംഭവിക്കും? ടേൺ 45 ഡിഗ്രി എന്ന ബ്ലോക്ക് വർക്ക് ചെയ്യും. അല്ലാത്ത സമയങ്ങളിലോ മൂവ് 2 സ്റ്റെപ്സ് എന്ന ബ്ലോക്ക് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് ഇപ്പോൾ നിങ്ങളുടെ റോബോട്ട് ഈ ഒരു പൊസിഷനിൽ നിൽക്കുന്നത് കാണാം. ശേഷം മുമ്പോട്ട് പോയി യെല്ലോ ബ്ലാക്കിൽ തട്ടി കണ്ടോ, ടേൺ ചെയ്ത് തിരിച്ച് മുമ്പോട്ട് പോയി. ഇനി വീണ്ടും യെല്ലോ ബ്ലാക്കിൽ തട്ടുന്നു, ടേൺ ചെയ്യുന്നു. കണ്ടോ, ഇതാണ് ഒരു ലെയിൻ ഫോളോയിങ് റോബോട്ട്.